കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ആരാധനയുടെ മധ്യത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിച്ചേർക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവേശുവിൽ നമ്മെ പിതാവാം ദൈവം വിളിച്ചിരിക്കുന്നു, രക്ഷയ്ക്ക് ദൈവം വിളിച്ചിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ രക്ഷാപദ്ധതിയിൽ വിശ്വസിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. എഫേഷ്യൻസ് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമാണ് ഏറ്റവും ഘനമുള്ളത്. ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം, യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ സുവിശേഷം, ആ രക്ഷയുടെ സുവിശേഷം എന്ന സത്യവചനത്തിനകത്ത് നമ്മുടെ ആത്മാവിൻ്റെ നിത്യജീവന് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതിയെ പിതാവാം ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വചനം, സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത്, കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ചില നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കേണ്ടുന്നതിനുള്ള വിശ്വാസവുമുണ്ട്. എന്നാൽ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വിശ്വസിക്കുന്ന വിശ്വാസവുമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ ചില നന്മകൾ ലഭിക്കേണ്ടുന്നതിന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിന് ഫലമുണ്ടാകുമോ? നിശ്ചയമായും ഫലമുണ്ടാകും. രോഗികൾക്ക് സൗഖ്യം ഉണ്ടാകേണ്ടുന്നതിന് അവർ കർത്താവിൽ എന്ത് ചെയ്തിരുന്നു? വിശ്വസിച്ചിരുന്നു. രോഗികൾക്ക് സൗഖ്യം കിട്ടിയില്ലയോ? രോഗികൾക്ക് സൗഖ്യമുണ്ടായി. അതുപോലെ തന്നെ മറ്റ് നന്മകളും അനുഗ്രഹങ്ങളും, വിടുതലും, രോഗശാന്തിയും ഭൂതശാന്തിയും, അതുപോലെ തന്നെ വിശന്നിരിക്കുന്നവർക്ക് അപ്പം നുറുക്കി വാഴ്ത്തുമ്പോൾ 5000-ത്തിലധികം പേർക്ക് എന്ത് ചെയ്തു? ഭക്ഷിപ്പാനിടയായി. എന്നാൽ കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ ചെയ്ത തീർത്ത ദൗത്യം, മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യജീവന് വേണ്ടിയിട്ടുള്ള സകലതും നിവൃത്തിയാക്കിയത് കാൽവറി ക്രൂശിൽ. അപ്പൊ കാൽവറി ക്രൂശിൽ കർത്താവ് നിവർത്തിച്ച കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സകലതും ക്രൂശിലുണ്ട്. രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവത്തിന്റെ ശക്തിയാണ്. ക്രൂശിന്റെ വചനം, ക്രൂശിൽ സംഭവിച്ച വചനം, ഗ്ലോറി ടു ഗോഡ്. ക്രൂശിൽ സംഭവിച്ച കാര്യങ്ങളിലെ വചനം, കർത്താവിന്റെ പുനരുത്ഥാനത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്താൽ ലഭിക്കുന്ന നശിച്ചു പോകുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ എന്നുള്ളതിനപ്പുറമായി നമ്മുടെ ആത്മാവ് നശിച്ചു പോകുന്നില്ല എന്നുള്ള കാര്യം വചനത്തിൽ നിന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ സ്വരൂപത്തോടും സാദൃശ്യത്തോടും സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ആത്മാവ്, ഗ്ലോറി ടു ഗോഡ്, ദൈവത്തിൽ നിന്ന് തന്നെ പകുത്തെടുത്ത് നമ്മുടെ ഉള്ളത്തിലേക്ക് പകർന്നു നൽകിയിരിക്കുന്ന ആത്മാവിന്റെ രക്ഷ, അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ എന്ത് ചെയ്തിരിക്കുന്നു? നൽകിയിരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള ഈ സത്യവചനം, ആത്മാവിന്റെ രക്ഷയെക്കുറിച്ചിട്ടുള്ള സത്യവചനം, ക്രൂശിൽ സംഭവിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന സത്യവചനം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ അതിനു വേണ്ടി വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് രക്ഷയ്ക്ക് വേണ്ടി, രണ്ടാമത്തെ പദപ്രയോഗം എന്താണ്? വീണ്ടെടുപ്പ്. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾക്ക് എന്നേക്കുമായിട്ടുള്ളൊരു വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. നിത്യ നരകത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, ഈ പാപമംഗുലമായ ജഡശരീരത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, ഈ ലോകത്തിന്റെ ഇൻപങ്ങളിൽ നിന്നും സിസ്റ്റങ്ങളിൽ നിന്നും ലോകത്തിന്റെ സംസ്കാരങ്ങളിൽ നിന്നും ലോകത്തിന്റെ ഭാഷകളിൽ നിന്നും ലോകത്തിന്റെ രീതികളിൽ നിന്നും അതിന്റെ പ്രവണതകളിൽ നിന്നും അതിന്റെ പാപങ്ങളിൽ നിന്നും
നമ്മെ വിടുവിക്കുന്നു, നമ്മെ രക്ഷിക്കുന്നു, നമ്മെ വീണ്ടെടുക്കുന്നു. പിശാചിന്റെ പിടിയിൽ നിന്ന് നമ്മെ എന്ത് ചെയ്യുന്നു? വീണ്ടെടുക്കുന്നു. കർത്താവിന്റെ വരവിൽ സംഭവിക്കുന്നതോ ദ്രവത്വമുള്ള ഈ ശരീരത്തിൽ നിന്നും അദ്രവത്വത്തിലേക്ക് ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? വീണ്ടെടുക്കുന്നു. മധ്യാകാശത്തിലാണ് അതിന്റെ പൂർത്തീകരണം നടക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരുടെ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം നടക്കുന്നത് മധ്യാകാശത്തിലാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് കർത്താവിന്റെ വരവിൽ സംഭവിക്കുന്ന വീണ്ടെടുപ്പിനെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടായിരിക്കും. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടുന്നതിന് അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആ വീണ്ടെടുപ്പിന്റെ വില ആർക്ക് കൊടുക്കുവാൻ കഴിയും? അത് മനുഷ്യന് അസാധ്യമാണ്. എന്നാൽ മനുഷ്യന് അസാധ്യമായ ആ പ്രാണന്റെ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കുവാൻ കാലത്തിന്റെ സമ്പൂർണതയിൽ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്നു. മനുഷ്യന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് അവിടെ സാധ്യമാക്കി തീർത്തു. ആ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ നിത്യമായി ദൈവസന്നിധിയിൽ വീണ്ടെടുക്കപ്പെടുവാനുള്ളവരാണ്. ആ വീണ്ടെടുക്കപ്പെടുവാനുള്ളവർക്ക് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്തിരിക്കുന്നു? മുദ്രയിട്ടിരിക്കുന്നു. ആ മുദ്രയിട്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ നിശ്ചയമായും ദൈവം നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരം പ്രാപിക്കും. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തിലേക്ക് നിത്യമായി വീണ്ടെടുക്കുവാനുള്ളതാണ്. അപ്പോൾ രക്ഷിക്കപ്പെടുവാനുള്ള സത്യവചനം കേൾക്കുന്നവർക്ക് വീണ്ടെടുക്കപ്പെടുവാൻ ദൈവം പദ്ധതി വച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളിൽ ദൈവം അവരുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ദ്രവത്വമുള്ള ശരീരത്തെ അദ്രവത്വമുള്ള ശരീരത്തിലേക്ക്, തേജസ്കരണത്തിലേക്ക് മാറ്റപ്പെടും. ക്രിസ്തുവിൽ അവർ ജനിച്ചു, ക്രിസ്തുവിൽ ജീവിച്ചു, തന്റെ ആത്മാവിനാൽ ജീവിതത്തെ ക്രമപ്പെടുത്തി. നിത്യതയ്ക്ക് വേണ്ടി അവർ അവരുടെ ജീവിതത്തെ വചനത്തിലൂടെ ക്രമപ്പെടുത്തി യാത്ര ചെയ്യുന്നുവെങ്കിൽ, കർത്താവിന്റെ വരവ് താമസമായാൽ, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ വരവിൽ അവർ പുനരുദ്ധാനം പ്രാപിക്കും. നാം ആ പുനരുദ്ധാനം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. തേജസ്കരണം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. യേശുക്രിസ്തുവിൽ ഈ രണ്ട് കാര്യങ്ങളും കർത്താവ് വെളിപ്പെടുത്തി കാണിച്ചു തന്നിട്ടുണ്ട്. മറുരൂപ മലയിൽ കർത്താവ് എന്ത് ചെയ്തു? തേജസ്കരിക്കപ്പെട്ട് കാണിച്ചു. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് അമർത്യതയുള്ള ലോകത്തിൽ ദൈവത്തോടുകൂടെ വാസം ചെയ്യുവാനുള്ള ശരീരം എങ്ങനെ ആയിരിക്കുമെന്ന് കർത്താവ് മറുരൂപ മലയിൽ എന്ത് ചെയ്തു? തേജസ്കരിക്കപ്പെട്ട് കാണിച്ചു. എല്ലാവരും അതെന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കത്തില്ല. കർത്താവ് പുനരുത്ഥാനം ചെയ്തും കർത്താവ് എന്ത് ചെയ്തു? തന്റെ ശരീരത്തെ അദ്രവത്വത്തിലേക്ക് കടക്കുന്ന ശരീരമായി പുനരുദ്ധാനം ചെയ്തെന്ത് ചെയ്തു? മൂന്നാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അമർത്യതയിലേക്ക് കർത്താവ് എന്ത് ചെയ്യുന്നു? കയറിപ്പോകുന്നു, സ്വർഗാരോഹണം ചെയ്യുന്നു. അങ്ങനെ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ദൂതന്മാരും പറഞ്ഞ എന്താണ്? നിങ്ങളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതുപോലെ തന്നെ അവൻ വീണ്ടും വരും. എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് വീണ്ടും വരുന്നത്? രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ നേരത്തെ വായിച്ച വചനത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷിക്കപ്പെടുവാനുള്ള സത്യസുവിശേഷം കേട്ട് ആ വിശ്വാസത്തിലൂടെ അവർ ആത്മാവിന്റെ രക്ഷ സ്വയത്തമാക്കിക്കൊണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതിയിലൂടെ നിത്യമായ വീണ്ടെടുപ്പിന് വേണ്ടി അവകാശത്തിന്റെ അച്ചാരം ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളിൽ സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. കർത്താവിന്റെ രഹസ്യമായ വരവിൽ മധ്യാകാശത്തിൽ ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വത്തിലേക്ക് എടുക്കപ്പെടും. ക്രിസ്തുവിൽ മരണപ്പെട്ടു പോയിട്ടുള്ളവർ, ഈ ഭൂമിയിൽ മരിച്ച് മൺമറഞ്ഞു പോയവർ കർത്താവിന്റെ വരവിൽ എന്ത് ചെയ്യും? പുനരുത്ഥാനം പ്രാപിക്കും. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിച്ചിരിക്കുന്നവർക്ക് കർത്താവിന്റെ വരവിൽ തേജസ്കരണം പ്രാപിക്കാൻ കഴിയും എന്നുള്ള അനുഗ്രഹം. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലോ കർത്താവിന്റെ വരവിൽ എന്ത് ചെയ്യും? പുനരുദ്ധാനം പ്രാപിക്കും. ദൈവത്തിന്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് അപ്രകാരമുള്ള കാര്യങ്ങളെ നമുക്ക് വായിക്കുവാനും ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും തക്കവണ്ണം
ഇടയായിത്തീരും. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആ രക്ഷ അനുഭവിക്കുമ്പോൾ, ആ വീണ്ടെടുപ്പ് നമ്മൾ അനുഭവിക്കുമ്പോൾ, നമ്മുടെ ഉള്ളത്തിൽ വ്യക്തമായ വചനത്തിൽ നിന്ന് ആ പ്രകാശനം നമുക്കുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പൊ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഓർക്കണം, ഇവിടെ വ്യക്തമായി പറയുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാവും പ്രാണനും ദേഹവും വെളിപ്പെടും. ഹല്ലേലൂയ! എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. കർത്താവിന്റെ വരവിൽ ഒരു ദൈവ പൈതലിന് അവനെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ദേഹവും ദേഹിയും ആത്മാവും കൊടുത്തിരിക്കും. ആ രക്ഷയുടെ വചനത്താൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, ആ വീണ്ടെടുപ്പിന്റെ അനുഗ്രഹം അനുഭവിക്കുന്ന ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, കർത്താവിന്റെ വരവിൽ അവരുടെ ദേഹവും അവരുടെ ദേഹിയും അവരുടെ ആത്മാവും തേജസ്കരിക്കപ്പെട്ട ദൈവസന്നിധിയിൽ വെളിപ്പെടും. കർത്താവിൽ മരണപ്പെട്ടു പോയിട്ടുള്ളവരാണെങ്കിലോ, കർത്താവിന്റെ വരവിങ്കൽ കല്ലറകൾ തുറക്കുന്ന ദൈവത്തിന്റെ വചനം, ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പുനരുദ്ധാനം പ്രാപിക്കും. അപ്പോസ്തലനായ പൗലോസ്, ഹല്ലേലൂയ, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതി ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവ് മാത്രമല്ല ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുന്നത്. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ശരീരവും തേജസ്കരിക്കപ്പെട്ട് രഹസ്യവരവിൽ, കർത്താവിന്റെ രഹസ്യവരവിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇതിനു വേണ്ടിയിട്ടാണ് പൂർവന്മാരായിരിക്കുന്ന പിതാക്കന്മാർ പോലും ദൈവത്തെ എന്ത് ചെയ്തിരുന്നത്? അന്വേഷിച്ചിരുന്നത്. കേവലം അല്പമായ കാലങ്ങൾ കൊണ്ട് ഈ ലോകത്തിലെ ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ ലഭിക്കേണ്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നില്ല അവരുടെ യാത്ര. അവർ ലോകത്തിലുള്ള സകല കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ ദേശത്തെയും അവരുടെ ചാർച്ചക്കാരെയും അവരുടെ പിതൃഭവനങ്ങളെയും അവരുടെ എല്ലാ നന്മകളെയും ഒക്കെ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചിട്ട് പൂർവ്വപിതാക്കന്മാർ ദൈവത്തെ എന്ത് ചെയ്തു? അന്വേഷിക്കുകയും യാത്ര ചെയ്യുകയും കനാൻ എന്ന നിത്യ കനാനെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടാവുകയും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായിട്ട് അവരെന്ത് ചെയ്തു? കാത്തിരുന്നു. പുതിയ നിയമ സഭയിലെ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ നോക്കുമ്പോഴും സകലത്തെയും അവരെന്ത് ചെയ്തിരുന്നു? ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ ഉപജീവനത്തിന്റെ മാർഗങ്ങൾ ഉൾപ്പെടെ അവരെന്ത് ചെയ്തു? ഉപേക്ഷിച്ചുകൊണ്ട് ആത്മാവിന്റെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നതായി. കർത്താവിനോട് അവരും ചോദിക്കുന്നു, ഞങ്ങൾ സകലതും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? കർത്താവ് അവരോട് പറയുന്നു, നിങ്ങൾക്ക് പുനരുത്ഥാനമുണ്ടാകും. കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് എന്ത്? പുനരുത്ഥാനം. കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നു എങ്കിൽ അവർക്ക് തേജസ്കരണം ഉണ്ടാകും. ക്രിസ്തീയ ജീവിതത്തിൽ ലക്ഷ്യം വെക്കേണ്ടിയ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് തേജസ്കരണം എന്നുള്ളതും പുനരുത്ഥാനം എന്നുള്ളത്. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? ഉയർത്തെഴുന്നേൽപ്പ്. രണ്ടാമത്തെ കാര്യമോ? പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നാം തേജസ്കരിക്കപ്പെട്ട ദൈവസന്നിധിയിൽ എടുക്കപ്പെടും. ഈ രണ്ട് കാര്യങ്ങൾ, പുനരുദ്ധാനം പ്രാപിക്കാതെ ദൈവത്തോടുകൂടി നിത്യതയിൽ ജീവിക്കുക അസാധ്യമാണ്. തേജസ്കരണം പ്രാപിക്കാതെ കർത്താവിനോടുകൂടെ ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പോൾ ദൈവസഭ ഫോക്കസ് ചെയ്യേണ്ടിയ രണ്ട് കാര്യങ്ങൾ എന്താണ്? കർത്താവിന്റെ വരവിൽ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്കും ആ തേജസ്കരണം എന്ത് ചെയ്യണം? സംഭവിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. പൗലോസോടെ രേഖപ്പെടുത്തിയതെന്നാണ്, കർത്താവിന്റെ വരവിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ആത്മാവും അശേഷം അനിന്യമാവണ്ണം തേജസ്കരണപ്പെട്ട് ദൈവസന്നിധിയിൽ വെളിപ്പെടും. ജീവപര്യന്തം മരണഭയത്തിന് അടിമകളായിരുന്നവരെ കർത്താവ് എന്ത് ചെയ്തു? വിടുവിച്ചു. അപ്പോൾ രക്ഷയുടെ സുവിശേഷം വിശ്വസിക്കുക, വീണ്ടെടുപ്പിന്റെ സുവിശേഷം വിശ്വസിക്കുക, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായിട്ട്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിക്കുക.
പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ നമ്മുടെ സ്വഭാവത്തിന് രൂപീകരണം എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകത്തില്ല. നമ്മുടെ വിചാരങ്ങൾക്ക്, നമ്മുടെ വികാരങ്ങൾക്ക്, നമ്മുടെ ഇച്ഛാശക്തികൾക്ക്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ മനസാക്ഷിക്ക്, നമ്മുടെ പ്രവൃത്തികൾക്ക് രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ സാധ്യമാവൂ. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പറയപ്പെട്ടതുപോലെ 5 ഇന്ദ്രിയങ്ങളിൽ രൂപാന്തരം ഉണ്ടാകണം, ദേഹിയിൽ രൂപാന്തരം ഉണ്ടാകണം, ആത്മമണ്ഡലത്തിൽ രൂപാന്തരം ഉണ്ടാകുമ്പോൾ ആ രൂപാന്തര പ്രക്രിയ ഒരു വ്യക്തിയിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി തേജസ്കരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിന് അത് അടയാളമാണ്. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വ്യാപരിക്കുമ്പോൾ ആ പുത്രത്വത്തിന്റെ അനുഭവത്തിലേക്ക്, തേജസ്കരിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ഒരു ഞരക്കം അവരുടെ ഉള്ളത്തിൽ എന്ത് ചെയ്യും, ഉണ്ടാകും. ഭക്ഷണം കഴിക്കേണ്ടിയ സമയത്തിന് വിശപ്പുണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ ആ വിശപ്പിനാൽ ഭക്ഷണം എന്ത് ചെയ്യുന്നു, അന്വേഷിക്കുന്നു. ലഭിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യുന്നു, വിശപ്പ് മാറ്റാനായിട്ട് എന്ത് ചെയ്യുന്നു, കഴിക്കുന്നു. അപ്പോൾ വിശപ്പ് ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നതാണ്. എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ഒരു വിശപ്പ് കാണും. എന്താണ് ആ വിശപ്പ്? ഈ ശരീരത്തിന്റെ തേജസ്കരണം എന്നുള്ള വിശപ്പ്. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയവൻ. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണ്? മരണത്തിൽ നിന്ന് മടക്കി വരുത്തുവാൻ കഴിയുന്ന ദൈവത്തെ നമ്മൾ വിശ്വസിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിനെ മാത്രം മടക്കി വരുത്താൻ കഴിയുന്നവനാണോ? അന്ത്യകാഹളനാദത്തിങ്കൽ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അവൻ മർത്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കുകയും മനുഷ്യപുത്രന്മാരെ ഇവിടെ കയറി വരുവിനെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. ഈ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുന്നതോ അല്ലെങ്കിൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നതുമായ താൻ വിശ്വസിച്ച ദൈവം. അപ്പോസ്തലന്മാരും ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർക്കെതിരെ പീഡകൾ ഉണ്ടായപ്പോൾ അവരെ കൊന്നുകളയുവാൻ തക്കവണ്ണം നിയമങ്ങൾ പാസാക്കി അതിന്റെ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ഉള്ളത്തിൽ അവർക്ക് ബോധ്യമുണ്ട് അവർ എങ്ങോട്ട് പോകുന്നു, മരണത്തിലേക്ക് പോകുന്നു. പക്ഷേ അവരുടെ വിശ്വാസം എന്തായിരുന്നു? മരണത്തിൽ നിന്ന് മടക്കി വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിലായിരുന്നു അവരുടെ വിശ്വാസം. ഒരണുവിട പോലും വ്യതിയാനം ഉണ്ടാകാത്ത വിശ്വാസം. കർത്താവിന്റെ ആ മഹത്വം പ്രാപിപ്പാനല്ലോ ക്രിസ്തുവേശുവിലൂടെ പിതാവാം ദൈവം നമ്മെയും വിളിച്ചിരിക്കുന്നത്. ആ മഹത്വം നമ്മൾ എന്ന് കാണും? കർത്താവിന്റെ രഹസ്യ വരവിൽ അവന്റെ മഹത്വം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടവർ അവന്റെ രഹസ്യ വരവിൽ ആ മഹത്വം പ്രാപിക്കും. കർത്താവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ക്രിസ്തുവേശുവിൽ നമ്മെ എന്തിയിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇവിടെ വായിക്കുന്നത് ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം. ഈ സാക്ഷികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 11-ാമത്തെ അധ്യായത്തിലാണ്. പൂർവ്വപിതാക്കന്മാരുടെ സാക്ഷ്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആബേലിനെ കുറിച്ചും ഹാനോക്കിനെ കുറിച്ചും നോഹയെ കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും ഇസ്ഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും യോസേഫിനെ കുറിച്ചും മോശയെ കുറിച്ചും അതിനുശേഷം വിശ്വാസത്തിന്റെ ഹല്ലേലൂയ വീരന്മാരായിരിക്കുന്ന മറ്റു ചിലരെയും എന്ത് ചെയ്യുന്നുണ്ട്? വെളിപ്പെടുത്തുന്നുണ്ട്. മോശയെ കുറിച്ച് ഹല്ലേലൂയ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് 11-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വരെ അവിടെ പറഞ്ഞ് അവസാനിച്ചതിന് ശേഷം വീണ്ടും അവിടെ വിശ്വാസത്താൽ റാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. റാഹാബിനെ കുറിച്ച് പറയുന്നു. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസത്തിന്റെ തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്ന ഭക്തന്മാരായ വിശുദ്ധന്മാരായ വ്യക്തി ജീവിതങ്ങളെ വെളിപ്പെടുത്തിയതിനു ശേഷം പാപിനിയായ ഒരു സ്ത്രീ കൂടെ എന്ത് ചെയ്തു? വിശ്വാസത്താൽ അവിശ്വാസികളോടുകൂടെ നശിച്ചു പോകാതെ അവൾ എന്ത് ചെയ്തു? അവളും രക്ഷ പ്രാപിച്ചു. വിശ്വാസ നീതീകരണത്തിന് ഈ പറയപ്പെട്ട ഈ സ്ത്രീ എന്ത് ചെയ്തിരിക്കുന്നു? വിശ്വാസ നീതീകരണത്തിന് അവകാശം എന്ത് ചെയ്തു? പ്രാപിച്ചു. യേശു ക്രിസ്തുവിലെ വിശ്വാസ നീതീകരണം. റഹാബിനെ കുറിച്ച്
എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത ഒറ്റുകാർ വന്നപ്പോൾ അവരെ സമാധാനത്തോടെ കൈക്കൊണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെരിഹോ കോട്ടയ്ക്കപ്പുറത്ത് ഉള്ള പട്ടണത്തിൽ രാഹാബ് എന്ത് ചെയ്യുന്നു? അവിടെ താമസിക്കുകയാണ്. അവിടെ താമസിക്കുന്ന സമയത്തിൽ ആ യോർദാനിന്റെ കരക്കിലേക്ക് ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടുവരുമ്പോൾ രാത്രിയിൽ അവർക്ക് അഗ്നിത്തൂണായിട്ട് ദൈവത്തിന്റെ മഹത്വം എന്ത് ചെയ്തിരുന്നു? വെളിപ്പെട്ടിരുന്നു. രാത്രി സമയങ്ങളിൽ ജാതികളായിട്ടിരിക്കുന്നവർക്ക് പോലും എന്ത് ചെയ്യും? ഇത് കാണാം. പൊതുവേ എല്ലാവരും എന്ത് ചെയ്യുന്നു? രാത്രി സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു? കൂടാരങ്ങളിൽ ഉറങ്ങുന്നു. രാഹാബ് ആ പട്ടണത്തിൽ മോശമായി ജീവിച്ച ഒരു സ്ത്രീയാണ്. അവൾ രാത്രി സമയങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? അവളുടെ മോശമായ പ്രവൃത്തികൾക്ക് വേണ്ടി പുറത്തിറങ്ങുന്നു. പക്ഷേ അവളുടെ പട്ടണത്തിൽ നിൽക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ മഹത്വം അഗ്നിത്തൂണായിട്ട് മരുഭൂമിയിൽ വെളിപ്പെടുന്നത് പല ആവർത്തി ഇവൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. അങ്ങനെ അവൾക്ക് ദൈവത്തിന്റെ മഹിമ അഗ്നിത്തൂണിൽ അവൾ കണ്ടതുകൊണ്ട് ഒറ്റുകാരെ കനാൻ ദേശം അവകാശമാക്കുവാനായിട്ട് അവിടെ വരുമ്പോൾ അവർ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ജീവനുള്ള ദൈവം, മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവരുന്ന ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണ് ഞങ്ങൾ എന്നുള്ളത് രാഹാബിനോട് പറയുമ്പോൾ, അവൾ മരുഭൂമിയിൽ കണ്ട ദൈവത്തിന്റെ മഹത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സമാധാനത്തോടുകൂടി അവരെ കൈക്കൊള്ളുമ്പോൾ, വിശ്വാസത്തോടുകൂടി അവരെ കൈക്കൊള്ളുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവളെ എന്ത് ചെയ്തു? നീതീകരിച്ചു. പാപിനിയായിട്ട് പിന്നെ തുടർന്ന് ജീവിക്കാനുള്ളതല്ല അവിടെ. പഴയ നിയമത്തിൽ വിശ്വാസ നീതീകരണത്തിന്റെ കാര്യമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അങ്ങനെ പാപിനിയായിട്ടുള്ള ഒരു സ്ത്രീക്കും മരുഭൂമിയിലെ ദൈവത്തിന്റെ മഹത്വം ദൂരത്ത് നിന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു? വിശ്വസിച്ചുകൊണ്ട് അവളുടെ പാപജീവിതത്തിൽ നിമിത്തമുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിപ്പാൻ അവളുടെ വിശ്വാസത്തിന് സാധ്യമായി. അവിടെ അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഗ്ലോറി ടു ഗോഡ്. അതിന് 32-ാമത്തെ വാക്യത്തിലും ഗിദിയോൻ, ബാരാഖ്, ശിംശോൻ, യിഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. പ്രധാനപ്പെട്ട് നേരത്തെ വായിച്ചതുപോലെ 8 പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ത് ചെയ്യുന്നു? 11-ാമത്തെ അധ്യായത്തിൽ പൂർവ്വപിതാക്കന്മാരെ കുറിച്ച് എന്ത് ചെയ്യുന്നു? അവിടെ വെളിപ്പെടുത്തുന്നു. അവരെല്ലാം അന്വേഷിക്കുന്നത് എന്തായിരുന്നു? കനാൻ. അക്ഷരികമായ കനാനിലേക്കാണ് യാത്ര പുറപ്പെട്ടതെങ്കിലും അക്ഷരികമായ കനാനിലേക്ക് വിളിച്ചിറക്കിയ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞവർ ഈ ദൈവം എവിടെ നിന്നാണ് വന്നത് എന്നുള്ള കാര്യം അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അന്വേഷിക്കാൻ തുടങ്ങി. ഉയരത്തിൽ നിന്ന് വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം അവർ കാണുമ്പോൾ അവനായിരിക്കുന്ന ഇടം എന്ത് ചെയ്തു? പൂർവൻ പിതാക്കന്മാർ അന്വേഷിക്കാൻ തുടങ്ങി. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായിട്ടുള്ള നഗരത്തിന് വേണ്ടി അവരെന്ത് ചെയ്തു? കാത്തിരുന്നു. 10-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ തന്നോടുകൂടെ നിത്യമായി ജീവിക്കും. പൂർവന്മാർ എന്ത് ചെയ്തു? ഇതിനെ അവകാശമാക്കുവാൻ അവരെന്ത് ചെയ്യുന്നു? വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? ആബേൽ ആരാധിക്കുന്നതും അനുദിനം ചേർന്ന് നടന്ന് കൂട്ടായ്മ ആചരിക്കുന്ന ഹാനോക്കിന്റെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിന്റെ ന്യായവിധിയുടെ മുന്നറിയിപ്പ് ദൈവം വെളിപ്പെടുത്തുമ്പോൾ ഒരു സംരക്ഷണത്തിന്റെ പെട്ടകം പണിത് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നിട്ടും ദൈവം ഏൽപ്പിച്ച ദൗത്യവുമായിട്ട് നോഹ എന്ത് ചെയ്യുന്നു? ലോകത്തോടു കൂടിയുള്ള ശിക്ഷാവിധിയിൽ നിന്ന് നോഹ എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കപ്പെടുന്നു. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോഴും ദൈവം ഉടമ്പടി ചെയ്ത് ഒരു രാജ്യത്തെ തന്നെ താൻ മുഖാന്തരം എന്ത് ചെയ്യുന്നു? ദൈവം വാഗ്ദത്തം കൊടുക്കുന്നു. ആ അക്ഷരീകമായ രാജ്യം എന്നുള്ളതിനപ്പുറമായി ഒരു ആത്മീയ യെരുശലേമിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? അബ്രഹാമിന് ദൈവം എന്ത് ചെയ്യുന്നു? വാഗ്ദത്തം കൊടുക്കുന്നു. ഒരു മണവാട്ടി സഭയെ എന്ത് ചെയ്യുന്നു? ദൈവം വാഗ്ദത്തം കൊടുക്കുന്നു. യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസ നീതീകരണം പ്രാപിക്കുവാനുള്ള വലിയൊരു കൂട്ടം ജനത്തെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ശോഭിക്കുന്ന ഒരു തലമുറയെക്കുറിച്ച് അബ്രഹാമിന് ദൈവം എന്ത് ചെയ്യുന്നു? വാഗ്ദത്തം കൊടുക്കുന്നു. ആ വാഗ്ദത്തം കൊടുത്തത് വിശ്വസിച്ചതിന്റെ അനന്തര ഫലമായിട്ടാണ് അന്തിമ കാലഘട്ടത്തിൽ ഉളവായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ കർത്താവിന്റെ വാരിയലിൽ നിന്ന്, അല്ലെങ്കിൽ ആ ചോരയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ സഭ. ആ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ സഭയിൽ ക്രൂശിൽ കർത്താവ് ചെയ്ത കാര്യങ്ങളെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി അവർ അവരുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി വിശ്വസിച്ച്
അവരുടെ വീണ്ടെടുപ്പിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം അവർ പ്രാപിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ വരവിൽ അവർ തേജസ്കരിക്കപ്പെടും. കർത്താവിന്റെ വരവിന് മുൻപ് അവർ മാറ്റപ്പെട്ടു പോയി എങ്കിൽ കർത്താവിന്റെ വരവിൽ അവർ പുനരുദ്ധാനം പ്രാപിക്കും. പൂർവന്മാർ കർത്താവിന്റെ വരവിന് മുൻപ് അവർ മാറ്റപ്പെട്ടു പോയി എങ്കിൽ കർത്താവിന്റെ വരവിൽ അവർ പുനരുദ്ധാനം പ്രാപിക്കും. പൂർവന്മാർ അക്ഷരികമായ കനാനിലേക്കുള്ള യാത്ര മാത്രമായിരുന്നില്ല അവരുടെ ലക്ഷ്യം. അവർക്ക് ആത്മകനാനെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. പുതിയ നിയമസഭയ്ക്കോ ദൈവം എത്ര അധികം ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടും ദൈവത്തിന്റെ വചനത്തിന്റെ ജ്ഞാനവും വചനത്തിന്റെ വ്യാഖ്യാനത്തിന്റെ വരവും നൽകുമ്പോൾ നിത്യമായ കനാനെ കുറിച്ച്, ആ കനാനിൽ എത്തപ്പെടേണ്ടുന്നതിനുള്ള ദൈവത്തിന്റെ ജീവന്റെ മാർഗം, ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചം നമ്മുടെ പാദത്തിന് അത് ഹല്ലേലൂയ ദീപമായി കാണുവാൻ തക്കവണ്ണം, ജീവന്റെ മാർഗത്തിലേക്ക് നടക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നമുക്ക് ആവശ്യമാണെന്നുള്ള ആ ബോധ്യവും തിരിച്ചറിവും നമുക്കുണ്ടെങ്കിൽ കർത്താവിന്റെ വരവിൽ ഈ രണ്ട് കാര്യം സംഭവിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകും. ഈ കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ, വചനത്തിന്റെ ഉപദേശങ്ങളിലും പ്രമാണങ്ങളിലും ചട്ടങ്ങളിലും ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവർ, അവരുടെ ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ള ശരീരമായി തേജസ്കരിക്കപ്പെടും. പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ കണ്ടിരിക്കുന്നു, ഈ തേജസ്കരണം ഞാൻ ക്രിസ്തുവിൽ കണ്ടിരിക്കുന്നു, പുനരുദ്ധാനം ഞാൻ ക്രിസ്തുവിൽ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് പിൻപിലുള്ളതൊക്കെ മറന്നുകൊണ്ട് ഈ പരമവിളിയുടെ ലാക്കിലേക്ക് മുൻപിലേക്ക് ആഞ്ഞുകൊണ്ട് അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഞാൻ ഓടുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ അവകാശമാക്കുന്ന ഒരു സമയം വരാൻ പോവുകയാണ്. ഗ്ലോറി ടു ഗോഡ്. സൃഷ്ടി പോലും അതിന്റെ ഈറ്റുനോവോടുകൂടി എന്ത് ചെയ്യുന്നു ഇരിക്കുകയാണ്. ദ്രവത്വമുള്ളത് അദ്രവത്വത്തിലേക്ക് കടക്കുന്ന ദിവസം, ഈ മരണം അമർത്യതയിലേക്ക് കടക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ സുവിശേഷം, ഈ സത്യം, ഈ രക്ഷയുടെ വചനം, ഈ വീണ്ടെടുപ്പിന്റെ വചനം, ഈ തേജസ്കരണത്തിന്റെ വചനം, ഈ നിത്യതയിൽ എന്നേക്കുമായി ദൈവത്തോടുകൂടെ വാസം ചെയ്യേണ്ടുന്നതിനുള്ള വചനം പൂർവ്വപിതാക്കന്മാർ പോലും അവർ എന്ത് ചെയ്തിരുന്നു, അന്വേഷിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. ആ സാക്ഷികളുടെ പട്ടികയിലാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, വായിച്ച് 33-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു. ദാനിയേൽ സിംഹക്കൂട്ടിൽ ഇടുമ്പോൾ സിംഹത്തിന്റെ വായ എന്ത് ചെയ്തു, ദൈവം അടച്ചു. വിശ്വാസത്താൽ സിംഹത്തിന്റെ വായ അടച്ചു. തീയുടെ ബലം കെടുത്തി. അവിടെ പറയുന്ന കാര്യം എന്താണ്? ശദ്രക്, മേശക്, അബേദ്നെഗോവും തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ തീയുടെ ശക്തി കെട്ടുപോയതിന്റെ കാരണം അവർ ദൈവത്തിൽ വിശ്വസിച്ച വിശ്വാസമാണ്. വാളിന്റെ വായ്ക്ക് തെറ്റി പല ആവർത്തി അപ്പോസ്തലന്മാരെ എന്ത് ചെയ്തു, വാളിന്റെ വായ്ത്തലയിൽ നിന്ന് തെറ്റി അവർ എന്ത് ചെയ്തു, രക്ഷ പ്രാപിച്ചു. യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. അന്യന്മാരുടെ സൈന്യങ്ങൾ എന്ത് ചെയ്തു, ഓടിച്ചു കളഞ്ഞു. യോശുവയും കൂട്ടരും മോശ ദൈവത്തിന്റെ സന്നിധിയിൽ കരങ്ങളുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ യോശുവയും കൂട്ടരും വാളിന്റെ വായ്ത്തലക്കൽ അമേലേക്ക് സൈന്യത്തെ എന്ത് ചെയ്യുന്നു, പരാജയപ്പെടുത്തുന്നു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. അവിടെ മറിയയ്ക്കും മാർത്തയ്ക്കും മരിച്ചുപോയ ലാസറിനെ എന്ത് ചെയ്യുന്നു, തിരികെ കിട്ടുന്നു. ഗ്ലോറി ടു ഗോഡ്. യായിറോസിന് തന്റെ മകളെ എന്ത് ചെയ്യുന്നു, തിരികെ കിട്ടുന്നു. ഒരു ബാലകൻ മരണപ്പെട്ടു പോയപ്പോൾ അവന്റെ അമ്മയ്ക്ക് കർത്താവ് മഞ്ചം തൊട്ട് അവനെ എന്ത് ചെയ്യുന്നു, മടക്കി തിരികെ കിട്ടുന്നു. സ്ത്രീകൾക്കും തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടുന്നതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. കർത്താവിന്റെ ശിഷ്യന്മാരിൽ 11 പേരും ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റവരാണ്. അവരെന്ത് ചെയ്തു, രക്തസാക്ഷികളായി മാറ്റപ്പെടുകയാണ്. അവരെന്ത് ചെയ്തു, ഹല്ലേലൂയ, ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടുന്നതിന് അവരുടെ വിശ്വാസത്താൽ അവർ എന്ത് ചെയ്തു, ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൾ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും
വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടുന്നതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി എന്ത് ചെയ്തിട്ടില്ല? പ്രാപിച്ചിട്ടില്ല. കാരണം നമ്മെ കൂടാതെ അവർ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം ഏറ്റവും നല്ലതൊന്ന് നമുക്ക് വേണ്ടി മുൻകരുതിയിരുന്നു. ഏതായിരുന്നു നമുക്ക് വേണ്ടി ദൈവം മുൻകരുതിയിരുന്നത്? കർത്താവിന്റെ മധ്യാകാശത്തിലെ വരവിൽ മണവാട്ടി സഭ എന്ത് ചെയ്യുന്നു? തേജസ്കരിക്കപ്പെട്ടെടുക്കപ്പെടുന്നു. നമുക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ്, പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് ഉള്ളതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരനുഗ്രഹമാണ് മണവാട്ടി സഭയ്ക്ക് യേശുക്രിസ്തു മുഖാന്തരം വച്ചിരിക്കുന്നത്. ഇന്ന് വിശ്വാസികൾ ഈ പറയപ്പെട്ടതുപോലുള്ള കാര്യങ്ങളാണോ ലഭിക്കാനാണോ യേശുവിൽ വിശ്വസിക്കുന്നത്? കേവലം അവരുടെ താൽക്കാലികമായ ചില വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാനായിട്ട് എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നതുകൊണ്ട് കുഴപ്പം ഒന്നുമില്ല. പക്ഷെ അത് വിശ്വസിക്കുന്നത് കൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നത് കൊണ്ടോ തേജസ്കരണം സംഭവിക്കത്തില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് എന്ത് ചെയ്തു? മുൻകരുതിയിരുന്നു. ഏറ്റവും നല്ലതാണ് ദൈവം നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? മുൻകരുതി വെച്ചിരിക്കുന്നത്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? കർത്താവിന്റെ വരവിൽ. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം അപ്പോൾ എന്ത് ചെയ്യും? സംഭവിക്കും. എന്തായിരുന്നു ആ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം? ഈ മർത്യമായ ശരീരം തേജസ്കരണം പ്രാപിക്കും. മണവാട്ടി സഭ എന്നേക്കുമായി ദൈവത്തിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടും. ഏറ്റവും നല്ലത് ദൈവം നമ്മുടെ മുമ്പിൽ വച്ച് നീട്ടുമ്പോൾ പൂർവ്വപിതാക്കന്മാർക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭാഗ്യപദവി അവർക്ക് ലഭിക്കാതിരിക്കുന്നപ്പോൾ ഈ ഭാഗ്യപദവിയിൽ എത്തിച്ചേരാനുള്ളവരെ കൂടി അവരുടെ വിശ്വാസത്താൽ അബ്രഹാം എന്ത് ചെയ്തു? അവകാശമാക്കി. നമുക്ക് ലഭിച്ചതുപോലെ പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിച്ചിരുന്നില്ല, അവരുടെ മേൽ പകരപ്പെട്ടിരുന്നില്ല. എന്നാലോ അവർക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയമായ കാഴ്ചപ്പാടിൽ, അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ ദൈവികമായ ദർശനത്തിൽ കനാനെ കുറിച്ച്, നിത്യ കനാനെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടാവുകയും അവരുടെ ജീവിത യാത്രയിൽ എന്ത് ചെയ്തു? വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് അവർ അന്യദേശത്ത് പരദേശി എന്നതുപോലെ വിശ്വാസത്താൽ അവരെന്ത് ചെയ്തു? മരിച്ചു. അങ്ങനെ പറയുന്നവർ അവർക്കൊരു സ്വദേശമുണ്ടെന്ന് എന്ത് ചെയ്യുന്നു? അവർ പ്രഖ്യാപിക്കുകയാണ്. അവരുടെ സ്വദേശം എന്താണ്? നിത്യകന. ദൈവം അവരെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇവരാണ് എൻ്റെ ജനം. നിത്യകനാനെ കുറിച്ച്, ദർശനം ലഭിച്ചിരിക്കുന്നവരെ കുറിച്ച്, പഴയ നിയമ കാലഘട്ടത്തിലെ ഭക്തന്മാരെ കുറിച്ച് ദൈവം അഭിമാനം പറയുകയാണ്. ഈ ജനം എൻ്റെ ജനമാണ്. അങ്ങനെ ആ അവകാശം പ്രാപിച്ച, ആ സാക്ഷ്യം ലഭിച്ചവർ പോലും നമ്മെ കൂടാതെ അവർ രക്ഷാപൂർത്തി എന്ത് ചെയ്യുന്നില്ല? പ്രാപിക്കാതെ ഇന്നും അവരൊക്കെയും പറുദീസയുടെ അനുഭവത്തിൽ എന്ത് ചെയ്യുന്നു? നിലനിൽക്കുകയാണ്. അബ്രഹാം പറുദീസയുടെ അനുഭവത്തെയാണ് എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. എന്നാലോ മണവാട്ടി സഭ നിത്യമായി ചേർക്കപ്പെടുമ്പോൾ മാത്രമാണ് ദൈവത്തോടു കൂടി എന്നേക്കുമായി എറ്റേണിറ്റിയിൽ പ്രവേശിക്കുന്നത്. ആ സമയത്തിലാണ് മണവാട്ടി സഭയോടുകൂടിയാണ് പഴയ നിയമത്തിലെ ഭക്തന്മാർ ഉൾപ്പെടെയുള്ളവർ നിത്യമായി ദൈവത്തോടു കൂടെ വാസം ചെയ്യേണ്ടുന്നതിന് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മെ കൂടാതെ അവർ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടുന്നതിന് ദൈവം പുതിയ നിയമസഭയിലെ മണവാട്ടി സഭയ്ക്ക് ഏറ്റവും ഉത്തമമായത്, ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കാണുവാനുള്ള കണ്ണ് നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. അകത്ത് ദൈവത്തിന്റെ വചനം വരുമ്പോൾ ആ വചനത്തിന്റെ പ്രകാശം അന്തരാത്മാവിൽ അടിക്കുന്നുണ്ടെങ്കിൽ വചനത്തിലൂടെയുള്ള വെളിപ്പാട് അവന് ദർശിക്കാൻ കഴിയും. ഒരു കണ്ണ് കാഴ്ച ഉണ്ടാകുന്നത് വെളിച്ചം വരുമ്പോഴാണ് കണ്ണിന് കാഴ്ച ഉണ്ടാകുന്നത്. കണ്ണിന് കാഴ്ച ഇരുട്ടത്തിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയോ? ഇല്ല. പക്ഷെ വെളിച്ചത്തിന്റെ അഭാവമാണ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റാത്ത, കാണാതിരിക്കുന്നത്. ഗ്ലോറി ടു. അങ്ങനെ സർവ്വലോകവും ഇരുട്ടിന്റെ കീഴിലിരിക്കുന്നു. സകല ജാതികളെയും സകല വംശങ്ങളെയും ഗോത്രങ്ങളെയും കൂരിരുട്ടെന്തിയിരിക്കുന്നു? മൂടി വെച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ നിത്യപ്രകാശം കർത്താവായ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു വന്നിരിക്കുമ്പോൾ ആ വചനം, ജീവന്റെ വചനം, ജീവന്റെ വെളിച്ചം, വചനത്തിന്റെ വെളിച്ചം ആരുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നു അവന്റെ കണ്ണ് കാണേണ്ടിയ കാര്യങ്ങൾ വ്യക്തതയോടെ കാണും. അവന് കനാനെ കുറിച്ച് കാണാൻ കഴിയും. ഏതിലൂടെയാണ് അവന് കനാനെ കുറിച്ച് കാണാൻ കഴിയുന്നത്? കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയ രക്ഷാപദ്ധതിയിലൂടെ.
വീണ്ടെടുപ്പിന്റെ പദ്ധതിയിലൂടെ, അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ അവന്റെ ആത്മാവിന്റെ നിത്യതയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യകനാനെ അവൻ കാണും. പരിശുദ്ധാത്മാവോടെ ബോധ്യപ്പെടുത്തുന്നു, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അവർ അവകാശമാക്കാൻ എന്തിനു വേണ്ടി ഓടി? കനാനെ അവകാശമാക്കുവാൻ. ഇന്ന് വിശ്വാസ ജനം എന്ത് ചെയ്യുന്നു? ഓടുന്നു. കനാനെ അവകാശമാക്കുവാനാണോ? ഇസഹാക്ക് കണ്ണിന്റെ ലോകപ്രകാരമുള്ള കണ്ണിന്റെ കാഴ്ച എന്ത് ചെയ്തു? മങ്ങിപ്പോയിട്ടും അബ്രഹാം പകർന്നു കൊടുത്ത ദർശനം തന്റെ കണ്ണെന്ത് ചെയ്തിട്ടില്ല? മങ്ങിയിട്ട്. ഉള്ളിലെ കണ്ണെന്ത് ചെയ്തില്ല? മങ്ങിപ്പോയില്ല. ഇസഹാക്ക് യാക്കോബിനെ എന്ത് ചെയ്യുന്നു? അനുഗ്രഹിക്കുന്നു. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തെ, ആ വാഗ്ദത്തം അവകാശമാക്കുവാൻ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്ത ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽപ്പുറത്തെ മണൽത്തരികൾ പോലെ സന്തതി ഉണ്ടാകും എന്ന് ദൈവം കൊടുത്ത വാഗ്ദത്തം അബ്രഹാം ഇസഹാക്കിലേക്ക് എന്ത് ചെയ്യുന്നു? അത് പകർന്നു കൊടുക്കും. ഇസഹാക്കോ തന്റെ വാർദ്ധക്യത്തിൽ യാക്കോബിലേക്ക് എന്ത് ചെയ്യുന്നു? അത് പകർന്നു കൊടുക്കുന്നു. വിശ്വാസം എപ്പോഴും തലമുറകളിലേക്ക് എന്ത് ചെയ്യണം? കൈമാറ്റപ്പെടണം. കർത്താവിന്റെ ക്രൂശ് മരണത്തിനനന്തരം, പുനരുദ്ധാനം പ്രാപിച്ചതിനനന്തരം ഇന്നേക്ക് 2000 വർഷമായിട്ടും തലമുറകളായിട്ട് നിത്യകനാനെ കുറിച്ചിട്ടുള്ള ദർശനം കൈമാറ്റപ്പെടുന്നത് കൊണ്ടാണ് ഇന്ന് നാമും ഈ വചനം എന്ത് ചെയ്യുന്നത്? ശ്രവിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യം ദർശിക്കണം. ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യം എന്താണ്? കർത്താവിന്റെ രഹസ്യ വരവ്, ദൈവസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള വരവ്. അത് ദൈവവചനത്തിലെ വെളിപ്പാടിലൂടെ എന്ത് ചെയ്യണം? ദർശിക്കണം. ദൈവവചന ജ്ഞാനത്തിലൂടെ എന്ത് ചെയ്യണം? ദർശിക്കണം. ദൈവവചനത്തിന്റെ വ്യാഖ്യാനത്തിലൂടെ എന്ത് ചെയ്യണം? ദർശിക്കണം. അത് ദർശിച്ചിട്ട് ജനത്തെ എന്ത് ചെയ്യണം? ആ ദർശനം എന്ത് ചെയ്യണം? കനാനെ കുറിച്ചിട്ടുള്ള ദർശനം, അവിടെ എത്തിച്ചേരുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതിയെ കുറിച്ചുള്ള ദർശനം, വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ദർശനം, നീതീകരണത്തിനെ കുറിച്ചുള്ള ദർശനം, ശുദ്ധീകരണത്തിനെ കുറിച്ചുള്ള ദർശനം, തേജസ്കരണത്തെ കുറിച്ചുള്ള ദർശനം, തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്നതിനെ കുറിച്ചിട്ടുള്ള ദർശനം, പുതിയ യെരുശലേമിനെ കുറിച്ചിട്ടുള്ള ദർശനം, വെള്ള സിംഹാസനത്തെ കുറിച്ചിട്ടുള്ള ദർശനം, നിത്യമായ ന്യായവിധിയെ കുറിച്ചിട്ടുള്ള ദർശനം, ദൈവത്തോടുകൂടി എന്നേക്കുമായി ദൈവജനം നിത്യമായി വാഴുന്നതിനെ കുറിച്ചിട്ടുള്ള ദർശനം. ദൈവസഭ എന്ത് ചെയ്യണം? തലമുറയായിട്ട് ഈ ദർശനം എന്ത് ചെയ്യണം? കൈമാറ്റപ്പെടണം. അബ്രഹാമിന്റെ വിശ്വാസം കൈമാറ്റപ്പെട്ടു. ഇസഹാക്കിന് ലഭിച്ച വിശ്വാസം ഇസഹാക്ക് യാക്കോബിലേക്ക് എന്ത് ചെയ്യുന്നു? ഭാവി കാര്യത്തെക്കുറിച്ച് ദർശിച്ചിട്ട് തലമുറയെ അനുഗ്രഹിക്കുന്നു. മാത്രമല്ല യാക്കോബ് എന്ത് ചെയ്യുന്നു? ദൈവത്തെ ആരാധിക്കുക കൂടി ചെയ്യുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസേഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. തലമുറയിലേക്ക് വിശ്വാസത്തെ പകർന്നു കൊടുക്കുകയും ദൈവത്തെ എന്ത് ചെയ്യുകയും ചെയ്തു? ആരാധിക്കുകയും ചെയ്തു. യാക്കോബിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഏകദേശം ഉൽപ്പത്തി പുസ്തകത്തിലെ പകുതിയോളം ഭാഗങ്ങൾ യാക്കോബിന്റെ കാര്യം, യാക്കോബിൽ നിന്നുള്ള 12 മക്കളും ആ 12 മക്കൾ നിമിത്തം ദൈവം രൂപീകരിക്കുന്ന ഇസ്രായേൽ എന്നുള്ളൊരു ജനത്തെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ ഏകദേശം പകുതിയോളം ഭാഗം നമുക്ക് യാക്കോബിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. യാക്കോബിന്റെ ജീവിതത്തിൽ ചില ഉപായങ്ങളും ചില തന്ത്രങ്ങളും ചില വഞ്ചനകളും യാക്കോബിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? ഉണ്ടായിരുന്നു. ഒരു പാത്രം പായസം കൊടുത്തിട്ട് ജ്യേഷ്ഠന്റെ ജ്യേഷ്ഠാവകാശം എന്ത് ചെയ്തു? വഞ്ചനയിലൂടെ തട്ടിയെടുത്ത ആളാണ് ആര്? യാക്കോബ്. അതുപോലെ ഇസഹാക്കിൽ നിന്ന് സകല അനുഗ്രഹങ്ങളും മൂത്ത സഹോദരന് ലഭിക്കേണ്ടിയ അനുഗ്രഹങ്ങൾ വഞ്ചനയാൽ യാക്കോബ് എന്ത് ചെയ്യുന്നു? കവർന്നെടുക്കും. എന്നാലോ അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി പ്രകാരം യാക്കോബിനെ ദൈവം എന്ത് ചെയ്യുന്നു? ബേഥേലിൽ വെച്ച് പിടിക്കും. ദൈവം അവിടെ എന്ത് ചെയ്യുന്നു? നീ ആര് എന്നുള്ള ചോദ്യത്തിലൂടെ യാക്കോബിനോട് എന്ത് ചെയ്യുന്നു? ഇടപെടുന്നു. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ യാക്കോബിനെ ദൈവം അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? ഇസ്രായേലാക്കി മാറ്റുന്നു. തന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ തന്റെ അനുഗ്രഹം അടുത്ത തലമുറയിലേക്ക്, യാക്കോബിൽ നിന്ന് നേരിട്ട് യോസേഫിലേക്ക് എന്നുള്ളത് മാത്രമല്ല, യോസേഫിന്റെ 2 മക്കൾ എഫ്രൈമും മനശ്ശെയും, അതായത് അബ്രഹാം ഇസ്ഹാക്കിലേക്ക് പകരുന്നു നേരിട്ട് സന്തതിയും.
ഇസ്ഹാക്ക് നേരിട്ട സന്തതി യാക്കോബിൽ പകരുമ്പോൾ യാക്കോബ് അനുഗ്രഹം കൊടുക്കുന്നത് അടുത്ത തലമുറയിലേക്കാണ്. കൊച്ചുമക്കളുടെ തലമുറയിലേക്ക് എന്ത് ചെയ്യുന്നു? മാറ്റപ്പെടുന്നു. നമ്മളും ദൈവത്തെ എന്ത് ചെയ്യുന്നു? സേവിക്കുന്നു, ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഭക്തന്മാർ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കനാനെ കുറിച്ചിട്ടുള്ള ദർശനം അവർ കൈമാറ്റപ്പെടുന്നതിൽ അവരുടെ ഹല്ലേലൂയ ആ ശുഷ്കാന്തി കണ്ടോ? ഗ്ലോറി ടു ഗാഡ്. ദൈവം അവർക്ക് കൊടുത്തിയ നിത്യ കനാനെ കുറിച്ചിട്ടുള്ള പ്രോമിസ് എന്ത് ചെയ്യുന്നു? തലമുറകളിലേക്ക് കൈമാറ്റം കൊടുക്കുകയാണ്. സുവിശേഷത്തിന്റെ പ്രാധാന്യം ഇരിക്കുന്നത് അവിടെയാണ്. ഒരു സുവിശേഷം എന്ത് ചെയ്യുന്നു? ആൾക്കാർക്ക് ചെയ്യുവാൻ താല്പര്യമില്ല. ഗ്ലോറി ടു ഗോഡ്. ശരിയായ സത്യവചനങ്ങൾ കേൾക്കുവാൻ ജനത്തിന് താല്പര്യമില്ല. കേവലം നശിച്ചു പോകുന്ന താൽക്കാലികമായ ചില സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ദൈവത്തെ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്ന നിത്യമായ കനാനെ കുറിച്ചിട്ടുള്ള ദർശനം ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ആ ദർശനം കൈമാറ്റപ്പെടാതിരിക്കാൻ കഴിയത്തില്ല. അവർ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ മേൽ അത് പകരപ്പെടും. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ ദൈവം യാക്കോബിനെ സന്ദർശിക്കുമ്പോൾ യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 48 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ വരുമ്പോൾ അവിടെ ദൈവം സന്ദർശിച്ചത് നിമിത്തം യാക്കോബിന് സംഭവിച്ച കാര്യം എന്താണെന്ന് എന്ത് ചെയ്യുന്നു? അവിടെ വെളിപ്പെടുത്തുന്നു. ഒത്തിരി പേർ ഈ ഭാഗങ്ങളിൽ യാക്കോബിന്റെ ജീവിതത്തിൽ ബഥേലിൽ വെച്ച് ദൈവം സന്ദർശിക്കുമ്പോൾ യാക്കോബ് ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്നത് കേവലം മറ്റെന്തോ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചിന്തിക്കുന്നത്. എന്നാൽ യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് യാക്കോബ് തന്നെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി 48:16 എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ. അപ്പോൾ മൽപ്പിടത്തത്തിൽ എന്താണ് സംഭവിച്ചത്? സകല ദോഷത്തിൽ നിന്നും വിടുവിച്ചു. പോരാടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി പോരാടി പ്രാർത്ഥിക്കേണ്ടി എന്തിനായിരിക്കണം? നിത്യതയിലേക്ക്, നിത്യ കനാനിലേക്ക് എത്തുവാൻ തടസ്സമായിരിക്കുന്ന സകല ദോഷങ്ങളിൽ നിന്നും ദൈവമേ നീ എന്നെ എന്ത് ചെയ്യണം? വിടുവിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല എന്നുള്ളതായിരിക്കണം പ്രാർത്ഥന. ഗ്ലോറി ടു ഗോഡ്. ഇത് യാക്കോബ് തന്റെ ജീവിതത്തിൽ പറയുമ്പോൾ ഈ ഉപായവും ഈ ചതിയും ഈ വഞ്ചനയും നിമിത്തം കൊണ്ടു നടന്ന ഈ യാക്കോബിനെ ദൈവം സന്ദർശിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? ഇസ്രായേലായി മാറി, കളങ്കമില്ലാത്തവനാക്കി മാറ്റി. പോരാടി പ്രാപിക്കുന്ന അനുഗ്രഹം എന്തായിരിക്കണം? സാക്ഷാൽ ഇസ്രായേൽ കളങ്കമില്ലാത്തവനായി മാറുവാനായിരിക്കണം പോരാടി പ്രാർത്ഥിക്കാൻ. ഗ്ലോറി ടു ഗോഡ്. യാക്കോബ് തന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അവിടെ പറയാണ്, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ എന്ത് ചെയ്യട്ടെ? അനുഗ്രഹിക്കുമാറാകട്ടെ. എഫ്രൈമിനെയും മനശ്ശയെയും യാക്കോബ് എന്ത് ചെയ്യുന്നു? അനുഗ്രഹിക്കുന്നു. തന്റെ പിതാവിനെയും ഇസഹാക്കിനെയും ജ്യേഷ്ഠ സഹോദരനായും ഏശാവിനെ, അപ്പോ തന്റെ പിതാവ് ഇസഹാക്കിനെ എന്ത് ചെയ്തു? ചതിച്ചു. ജ്യേഷ്ഠ സഹോദരനെ ഏശാവിനെ എന്ത് ചെയ്തു? ചതിച്ചു. ഈ വഞ്ചിച്ചതിന് തന്റെ ജീവിതത്തിലും 20 വർഷം എന്ത് ചെയ്തു? അമ്മായപ്പൻ ലാബാനോടുകൂടെ എന്ത് ചെയ്യേണ്ടി വന്നു? താമസിക്കേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചന കണ്ടുപിടിച്ച ആളാണ് ആര്? ലാബാൻ. 20 വർഷം അപ്പനെ വഞ്ചിച്ചു, ജ്യേഷ്ഠ സഹോദരനെ എന്ത് ചെയ്തു? വഞ്ചിച്ചു. ദൈവം എന്ത് ചെയ്തു? 20 വർഷം ആരെ പൂട്ടി? ലാബാൻ വഞ്ചനയുടെ ഗുരുവാണ്. വഞ്ചനയുടെ ഗുരുവിന്റെ അടുക്കൽ എന്ത് ചെയ്തു? അവിടെ ചെന്ന് അടിമപ്പണി ചെയ്യേണ്ടി വന്നു. 20 വർഷം 10 പ്രാവശ്യം യാക്കോബിന്റെ കൂലി മാറ്റിയതായിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ കഴിയുന്നുണ്ട്. പറ്റിച്ച് അല്ലേ? യാക്കോബ് അവിടെ ഇട്ട് എന്ത് ചെയ്യുന്നു? ശരിക്കും എന്ത് ചെയ്യുന്നു? പരിശോധിക്കപ്പെടുകയാണ്. യാക്കോബ് യഥാർത്ഥത്തിൽ സ്നേഹിച്ചത് ലാബാന്റെ മകൾ, മൂത്ത മകളല്ല, ഇളയ മകൾ റാഹേലിനെയാണ് എന്ത് ചെയ്തത്? സ്നേഹിച്ചത്. പക്ഷെ ലാബാൻ എന്ത് ചെയ്തു? യാക്കോബിന് മൂത്ത മകൾ ലേയെ എന്ത് ചെയ്തു? യാക്കോബിന് കൊടുത്തു. വഞ്ചനയും പറ്റിപ്പും ചതിയും ഉപായവും ഒക്കെ കൊണ്ട് നടക്കുമ്പോൾ അത് തിരിച്ചെന്ത് ചെയ്യും? വരും. അങ്ങനെ യാക്കോബിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? അത് സംഭവിച്ചപ്പോൾ വീണ്ടും റാഹേലിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ലാബാന് വേണ്ടി വീണ്ടും 7 വർഷം കൂടി എന്ത് ചെയ്തു? അടിമപ്പണി എന്ത് ചെയ്യുന്നു? ചെയ്ത് റാഹേലിനെ എന്ത് ചെയ്യുന്നു? അവകാശമാക്കും. ദൈവം അവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു? വാഗ്ദത്തം ലഭിച്ചതായത് അവിടെ നിന്ന് എന്ത് ചെയ്യും? ദൈവം വിടിവിക്കുന്നു. 20 വർഷത്തിന് ശേഷം ദൈവം എന്ത് ചെയ്യുന്നു? യാക്കോബ് ഏശാവിനെ വഞ്ചിച്ചു. യാക്കോബ് തന്റെ അപ്പനായ ഇസഹാക്കിനെ വഞ്ചിച്ചപ്പോൾ യാക്കോബിന് ലഭിച്ച 10 മക്കൾ ചേർന്ന് 10 മക്കളും കൂടെ ആരെ വഞ്ചിച്ചു? യാക്കോബിനെ വഞ്ചിച്ചു. എങ്ങനെയാണ് വഞ്ചിച്ചത്? നിന്റെ ഏറ്റവും ഇളയ സന്തതിയായ യോസേഫ് എന്ത് ചെയ്തു? മരണപ്പെട്ടു പോയി. എന്ത് ചെയ്തു? അവനെ കടിച്ചു കീറി. ഞങ്ങൾ മാത്രം എന്ത് ചെയ്തു? രക്ഷ പ്രാപിച്ചിരിക്കുന്നു. അവൻ മരണപ്പെട്ടു. അപ്പോ ഒറ്റയ്ക്ക് അപ്പനെ എന്ത് ചെയ്തു? ചതിച്ചപ്പോൾ 10 മക്കളും കൂടെ ചേർന്ന് യാക്കോബിനെ എന്ത് ചെയ്തു? യോസേഫ് മരിച്ചുപോയി എന്ന വാർത്ത കേട്ടപ്പോൾ തന്റെ മനസ്സിനെ എന്ത് ചെയ്തു? തളർത്തി. ഗ്രാജുവലി തന്റെ ശരീരം എന്ത് ചെയ്തു? തളർത്തപ്പെട്ടു. പക്ഷേ കനാനെ കുറിച്ചിട്ടുള്ള ദർശനം തളർന്നില്ല. കനാനെ കുറിച്ചിട്ടുള്ള ദർശനം എന്ത് ചെയ്യില്ല? മങ്ങിപ്പോയില്ല.
യോസേഫിനെ മിസ്രൈമിലെ ഒരു മന്ത്രിസ്ഥാനത്തിലേക്ക് ദൈവം എന്ത് ചെയ്തു? അവനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ യാക്കോബിനും ആ ദേശത്തിലുള്ളവർക്കും ക്ഷാമമുണ്ടായപ്പോൾ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? കടന്നു പോകുമ്പോൾ നമുക്ക് അതിന്റെ ചരിത്ര പശ്ചാത്തലം അറിയാം. ബെന്യാമീൻ വഴിയാണ് യോസേഫ് ഒരു തന്ത്രപരമായ കാര്യം എന്ത് ചെയ്യുന്നത്. അങ്ങനെ ഈ കുടുംബത്തെ മുഴുവനും എങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു? മിസ്രൈമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഈ മിസ്രൈമിലേക്ക് അവർ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ സെറ്റിലാവുക. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായത്തിൽ വരാം. അതിന്റെ 15ഉം 16ഉം വാക്യത്തിൽ വരുമ്പോൾ, പിന്നെ അവൻ യോസേഫിനെ അനുഗ്രഹിച്ചു. എന്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ഭജിച്ചു പോന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടിവിച്ച ദൂതൻ. മൽപ്പിടിച്ച ദൂതനെ കുറിച്ച് അവിടെ പറയുകയാണ്. തന്റെ യൗവന പ്രായത്തിൽ മൽപ്പിടിച്ച ദൂതൻ എന്താണ് ചെയ്തത്? എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടിവിച്ച ദൂതൻ ഈ കുട്ടികളെ എന്ത് ചെയ്യട്ടെ? അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ. അവിടെ എഫ്രൈമിനും മനശ്ശെക്കും എന്ത് ചെയ്യുന്നു? അനുഗ്രഹത്തെ എന്ത് ചെയ്യുന്നു? നൽകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 47 അധ്യായത്തിൽ നമുക്ക് വരാം. അതിന്റെ 29 വാക്യം മുതൽ, ഇസ്രായേൽ മരിപ്പാനുള്ള കാലം. യാക്കോബാണ് എന്ത് ചെയ്യുന്നത്? ഇസ്രായേലായി മാറുന്നത്. ഇസ്രായേൽ മരിപ്പാനുള്ള കാലം അടുത്തപ്പോൾ അവൻ തൻ്റെ മകനായ യോസേഫിനെ വിളിപ്പിച്ച് അവനോട്, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വയ്ക്കുക. എന്നോട് ദയയും വിശ്വസ്തതയും കാണിച്ച് എന്നെ മിസ്രൈമിൽ അടക്കാതെ ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര കൊള്ളുമ്പോൾ എന്നെ മിസ്രൈമിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി അവരുടെ ശ്മശാന ഭൂമിയിൽ അടക്കണമെന്ന് പറഞ്ഞു. നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ചെയ്യാമെന്ന് യോസേഫ് പറഞ്ഞു. എന്നോട് സത്യം ചെയ്യുക എന്നവൻ പറഞ്ഞു. അവൻ സത്യവും ചെയ്തു. അപ്പോൾ ഇസ്രായേൽ കട്ടിലിന്റെ തലക്കൽ നമസ്കരിച്ചു. മിസ്രൈമിൽ പാർക്കുമ്പോൾ, താൻ മരണപ്പെടുമ്പോൾ തന്റെ ഭൗമികമായ ശരീരം കനാനിൽ എന്ത് ചെയ്യണം? മറവ് ചെയ്യപ്പെടണം എന്നുള്ള കാര്യം തന്റെ മകനായ യോസേഫിനോട് താൻ ആവശ്യപ്പെടുകയാണ്. ദർശനം ലഭിച്ച യാക്കോബ് മിസ്രൈമിൽ എന്ത് ചെയ്യാൻ പാടില്ല? തന്റെ ശരീരം പോലും എന്ത് ചെയ്യാൻ പാടില്ല? ഭൗമികമായ ശരീരം പോലും അവിടം കാണാൻ പാടില്ല. അപ്പോൾ വിശ്വാസത്തോടുകൂടി മരണത്തിനപ്പുറത്തേക്കും കനാനിലേക്ക് ആര് യാത്ര ചെയ്യുന്നു? യാക്കോബ് യാത്ര ചെയ്യുക. 49 അധ്യായത്തിന്റെ 29 വാക്യത്തിൽ വരും. അവൻ അവരോട് ആജ്ഞാപിച്ചു പറഞ്ഞത്, ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ എഫ്രോന്റെ നിലത്തിലെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ തന്നെ എന്നെ അടക്കണം. കനാൻ ദേശത്ത് മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം എവിടെയാണ് തന്റെ ഭൗമശരീരം വയ്ക്കേണ്ടത്. അവിടെ അവർ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറയെയും ഇസഹാക്കിനെയും അവന്റെ ഭാര്യയായ റബാക്കയെയും അടക്കി. അതേ സ്ഥലത്തിൽ തന്നെ തനിക്കും തന്റെ ഭൗമശരീരം എന്ത് ചെയ്യണം? വയ്ക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു. അവിടെ ഞാൻ ലേയയെയും അടക്കി. ലാബാന്റെ മകൾ ലേയ, തന്റെ ആദ്യ ഭാര്യ ലേയയെയും അവിടെ തന്നെയാണ് എന്തിരിക്കുന്നത്? അടക്കിയിരിക്കുന്നത്. ആ നിലവും അതിലെ ഗുഹയും ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയതാകുന്നു. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വച്ചിട്ട് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു. മിസ്രൈമിലെ മന്ത്രിസ്ഥാനത്തിലിരിക്കുന്ന യോസേഫ്, അവിടെ യാക്കോബും അവിടെ പുറപ്പെടുമ്പോൾ 70ഓളം പേരാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടായിരുന്നു. യാക്കോബ് പിന്നെ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം സന്താനപുഷ്ടിയുള്ളവരായി ഒരു ഇസ്രായേൽ സമൂഹമായിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ തീരുന്നു. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം കനാനാണ് തന്റെ അവകാശം. ആ കനാൻ ദേശത്തിലാണ് തന്റെ പൂർവ്വപിതാവായ അബ്രഹാമും സാറയും ഇസഹാക്കും റബേക്കയും എന്നിത്യാദിയുള്ള പൂർവന്മാരെല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്? അടക്കം ചെയ്തിരിക്കുമ്പോൾ യാക്കോബ് പറയുകയാണ്, എന്നെയും അവിടെ തന്നെ എന്ത് ചെയ്യണം? അടക്കം ചെയ്യണമെന്ന് മകനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? സത്യം ചെയ്യിക്കുന്നു. ആ സത്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? വാഗ്ദത്തം ലഭിച്ച ഒരു വ്യക്തി അവന്റെ ഫിസിക്കൽ ബോഡി മറവ് ചെയ്യേണ്ടുന്നതിന് കനാനിൽ കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പുതിയ നിയമസഭയിലെ വ്യക്തി ജീവിതങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ലഭിക്കാത്ത കാലഘട്ടത്തിൽ കനാനെ കുറിച്ച് ദർശനം ഉണ്ടായപ്പോൾ മരണത്തിനപ്പുറത്തേക്കും അവരുടെ ഭൗതിക ശരീരത്തിന് എന്ത് ചെയ്യണം?
കനാനിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ പുതിയ നിയമസഭയിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തിരിക്കുമ്പോൾ ലഭിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയും കൊണ്ട് എവിടെ പോകാനാണ് പുതിയ നിയമസഭ ആഗ്രഹിക്കുന്നത്? പഴയ നിയമസഭയിലെ ഭക്തൻ വിശ്വാസത്താൽ കനാനെ കുറിച്ച് ദർശനം കാണുമ്പോൾ ദ്രവത്വത്തിൽ പോകുന്ന ശരീരത്തെ കനാനിൽ കൊണ്ടുപോകാൻ ആജ്ഞാപിക്കുമ്പോൾ പുതിയ നിയമസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വാഞ്ച എന്ന് പറയുന്നത് നിത്യ കനാനിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേർക്കുക എന്നുള്ളതാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്നവർക്ക് വാഞ്ച എന്താണ്? പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, ദ്രവത്വമുള്ള ശരീരത്തെ മറവ് ചെയ്യാൻ കനാനിൽ കൊണ്ടുപോകാൻ പറയുമ്പോൾ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തിലേക്ക് പോകുന്നതാണ് കർത്താവിന്റെ വരവിൽ സംഭവിക്കുന്നത്. മിസ്രൈമിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മിസ്രൈമിലെ തന്നെ കുഴിച്ചിടപ്പെടുന്ന ഒരു അനുഭവത്തിലല്ല ദൈവത്തിന്റെ ജനത്തെ ദൈവം എന്തിയിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. യോസേഫിനെ കുറിച്ച് നോക്കുമ്പോൾ യോസേഫ് ആഹ്വാനം കൊടുക്കുന്നത് എന്താണ്? എന്റെ അസ്ഥികൾ നിങ്ങൾ എന്ത് ചെയ്യണം? മിസ്രൈമിൽ ഇടരുത്, കനാനിൽ കൊണ്ടുപോകണം. ആത്മാവ് ലഭിച്ചിട്ടില്ലാതിരുന്ന ഭക്തന്മാർക്ക് വിശ്വാസത്താൽ അവരുടെ ജഡത്തിന്റെ ഭൗമികമായ ശരീരത്തെ പോലും കനാനിൽ കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. യോസേഫ് ആഗ്രഹിച്ചിരുന്ന അവരുടെ ആസ്തി പോലും കനാനിൽ കൊണ്ടുപോകണം, മിസ്രൈമിൽ ഇടരുത് എന്നവർ ആവശ്യപ്പെട്ടിരിക്കുമ്പോൾ നിത്യമായി ദൈവത്തിന്റെ സന്നിധിയിൽ എടുക്കപ്പെടേണ്ടുന്നതിന്, ചേർക്കപ്പെടേണ്ടുന്നതിന് ദൈവം അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ വാഞ്ച എങ്ങോട്ട് പോകാനാണ്? എങ്ങോട്ടുള്ള ത്വരയാണ് അവരിൽ ഉള്ളത്? യോസേഫിന്റെ ത്വര എന്തായിരുന്നു? വിശ്വാസത്തോടുകൂടി തനിക്ക് വരാൻ പോകുന്ന തലമുറയോടൊപ്പം കനാനിൽ എന്ത് ചെയ്യണം? എത്തണം. നമ്മുടെ ത്വര എന്തായിരിക്കണം? കർത്താവിന്റെ വരവിൽ എന്ത് ചെയ്യണം? ആത്മാവ് ലഭിച്ചിട്ടില്ലാത്തവർക്ക് അവരുടെ ശരീരം വിട്ടുകൊടുക്കാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ഇന്ന് പുനരുദ്ധാനം പ്രാപിക്കാനുള്ള ശക്തി ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, തേജസ്കരണം പ്രാപിക്കുവാനുള്ള ശക്തി ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, അവരുടെ യാത്ര എങ്ങോട്ടാണ്? ആത്മാവില്ലാത്തവർ അവരുടെ ഭൗമ ശരീരം എന്ത് ചെയ്തില്ല? വിട്ടുകൊടുത്തില്ല. അവരുടെ ശരീരം കനാനിൽ മറയുക. എനിക്കും എന്ത് ചെയ്യണം? വരാൻ പോകുന്ന തലമുറയോടൊപ്പം യാത്ര ചെയ്യണം. അവർ വിശ്വാസത്താൽ മരണം കഴിഞ്ഞിട്ടും അവരെന്ത് ചെയ്തു? യാത്ര ചെയ്യുന്നവർ. നമ്മൾ എത്രത്തോളം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വചനത്തിലൂടെ നമ്മൾ കനാനെ കുറിച്ച് ശരിയായ ദർശനം നമുക്കുണ്ടാകണം. അല്ലാത്ത പക്ഷം നമ്മുടെ യാത്ര ദിശ എന്ത് ചെയ്യും? മാറും. പൂർവ്വപിതാക്കന്മാരുടെ ദിശ മാറിയോ? കാലങ്ങൾ കഴിഞ്ഞിട്ടും യോസേഫൊക്കെ മരണപ്പെടുന്ന സമയത്തിൽ മിസ്രൈമിലേക്ക് പോയതിനു ശേഷം 17ാമത്തെ വയസ്സ് തുടങ്ങി 110 വയസ്സാവുന്ന സമയത്തിലാണ് യോസേഫ് എന്ത് ചെയ്യുന്നത്? മരണപ്പെടുന്നത്. ഇത്രയും വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നിട്ടും തന്റെ ദർശനത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പിശാചിന് കഴിഞ്ഞില്ല. കനാനെ കുറിച്ചിട്ടുള്ള ദർശനത്തിൽ ഒരു പോറൽ പോലും പിശാചിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഏൽപ്പിക്കാൻ പറ്റിയില്ല. ഗ്ലോറി ടു ഗോഡ്. അവർ ആ വാഗ്ദത്തം പ്രാപിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി യാത്ര ചെയ്തവരെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതാകയാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പൂർവ്വപിതാക്കന്മാർ എന്ത് ചെയ്തു? അവർ ഓടി പ്രവേശിച്ചു. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടുന്നതിന് ദൈവം ഏറ്റവും നല്ലതൊന്ന് നമുക്ക് മുൻകരുതിയിരിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് ഓടണം? ഈ അദ്രവത്വമായത് അദ്രവത്വം പ്രാപിപ്പാൻ, ഈ മർത്യമായത് അമർത്യമായത് പ്രാപിപ്പാൻ. മരണപാശങ്ങളെ പൊട്ടിച്ച ഒരുവനേ ഉള്ളൂ, കർത്താവായ യേശു. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിൽ ആദ്യ ഫലം ക്രിസ്തു. പിന്നെ നമ്മളൊക്കെ കർത്താവിനോടൊപ്പം എന്ത് ചെയ്യും? തേജസ്സിൽ ചേർക്കപ്പെടും. ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതിയെ കാണുവാനും കേൾക്കുവാനും ധ്യാനിപ്പാനും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്യട്ടെ? വിശുദ്ധീകരിക്കട്ടെ. ആ കാഴ്ചപ്പാട് ദൈവം നമുക്ക് എന്ത് ചെയ്യട്ടെ? തരട്ടെ. കേവലം നശിച്ചു പോകുന്ന ഭൗമികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് നിത്യതയിൽ ചേർക്കപ്പെടാൻ കഴിയത്തില്ല. രക്ഷയുടെ സുവിശേഷം എന്ന സത്യവചനം കേട്ട് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് രക്ഷിക്കപ്പെടുവാൻ ജ്ഞാനിയായ സത്യവചനത്തെ കേൾക്കുവാൻ ചെവികൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സ്ഥിരതയോടുകൂടിയും താഴ്മയോടുകൂടിയും വിധേയത്വത്തോടുകൂടിയും ആയിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയിലൂടെ സംസാരിക്കുന്നത് ചെവി തുറന്ന് കേൾക്കുവാൻ നമുക്കിടയാകും. അത് നമ്മുടെ ആത്മാവിൻ്റെ, നമ്മുടെ പ്രാണന്റെ, നമ്മുടെ ശരീരത്തിന്റെ നിത്യമായ തേജസ്കരണത്തിന് കാരണമായി തീരും. ഹല്ലേലൂയ. ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.